ഈ ടൈം നമ്മുടെ അപ്പാപ്പന്റെ അടുത്തുനിന്ന് തന്നെയാണ് ബോട്ട് എടുത്തത്. അപ്പൊ നമ്മള് രാവിലെ അയ്യോ ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റു ബ്രഷ് ഒക്കെ ചെയ്ത് എല്ലാവരും തിരിച്ചെത്തിട്ടോ. ഇപ്പൊ നമ്മുടെ ക്യാമ്പർ വാന്റെ അകം കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും കൈസ്. ഇതെല്ലാം അടക്കി ഒതുക്കണം. അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും ഗീത്തൂൺ പോവാനായിട്ട് വിചാരിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ഉറക്കം ശരിയായോ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി തിരിച്ചിലും മറിച്ചിലും ചിരിയും കളിയും ഇവന്റെ തലയിടിക്കലും അങ്ങനെ ആകെ മൊത്തം ബഹളമായിരുന്നു ഇന്നലത്തെ ഉറക്കം. എന്തായാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഉറങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ വണ്ടി പോകുന്ന പോലെയൊക്കെ തോന്നും, കാരണം ഒരു ഇളക്കം വരും, പിന്നെ മഴയുണ്ട്. എന്താ അത് ചായ കാപ്പി? അപ്പൊ നമ്മൾ ഇനി കാപ്പി വയ്ക്കാൻ പോവാണ് കേട്ടാ. നമ്മുടെ കാപ്പിപ്പൊടി ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ തിളച്ചില്ലല്ലോ, ഇപ്പൊ തിളയ്ക്കും. അപ്പൊ നമ്മൾ കാപ്പി ഉണ്ടാക്കിയിട്ട് ബ്രെഡ് ജാമും കൂടി കഴിച്ചിട്ട് നമുക്ക് ഗീത്തൂണിലേക്ക് പോവാട്ടാ. പക്ഷെ നല്ല മഴയാണ്, നമ്മുടെ ബോട്ടിൽ കോട്ടയൊക്കെ ചൂടി ഇരിക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നത്. ബ്രെഡും ജാമും ബട്ടറും പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ കോഫി ഉണ്ടല്ലോ അതും കൂട്ടിയിട്ടാണ് കഴിച്ചിരുന്നത് കേട്ടോ. ഈ ഒരു സീൻ വേറെ ഒന്നല്ല, നമ്മൾ CID മ്യൂസിയത്തിൽ കണ്ടിട്ടില്ലേ, ദിലീപും പട്ടിയും കൂടി കണ്ണാടി കിട്ടാൻ വേണ്ടി ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുന്ന ഒരു സീനില്ലേ, അതേപോലെ നമ്മുടെ ക്യാമ്പർ വാനിൽ ആകെ ഒറ്റ മിറർ മാത്രമാണ് ഉള്ളൂ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കടുപിടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പപ്പ അവിടെ മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്, ചെറിയൊരു ഭാഗമെങ്കിലും താട മക്കളെ എനിക്കൊന്ന് നോക്കാൻ വേണ്ടി എന്നുള്ളത്. പക്ഷേ ഇവന്മാർ രണ്ടുപേരും കൊടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവിടുന്ന് നേരെ നമ്മൾ ഗീത്തൂളിലേക്കാണ് പോയോണ്ടിരിക്കുന്നത്. എനിക്ക് ശരിക്കും ഇത് വോയിസ് ഓവർ ചെയ്യേണ്ട, ഞാൻ തന്നെ പറഞ്ഞത് ഇടാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എടുത്ത ക്ലിപ്പുകൾക്ക് പലതിനും വോയിസ് ഇല്ല. അതേപോലെ ഇങ്ങനെ എല്ലാവരും കൂടി സംസാരിക്കുന്ന കാരണം കൊണ്ട് നമ്മൾ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. സോ ഞാൻ വിചാരിച്ചു നമുക്ക് വോയിസ് ഓവർ ചെയ്ത് തന്നെ ഇടാം എന്നുള്ളത്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ എല്ലാവരെയും വലിച്ചു വാരി വണ്ടി കയറ്റി നമ്മൾ ഗീത്തൂണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അവിടെ എത്താറായപ്പോൾ മഴയൊക്കെ മാറി നല്ല രസം ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഈ ടൈം നമ്മുടെ അപ്പാപ്പന്റെ അടുത്തുനിന്ന് തന്നെയാണ് ബോട്ട് എടുത്തത്. ആളുടെ അടുത്തുനിന്ന് ബോട്ട് എടുക്കുമ്പോൾ ഭയങ്കര ഒരു രസമാണ് ശരിക്കും പറയുകയാണെന്ന്, നമുക്കെല്ലാം അറിയാം. പിന്നെ ആള് നമ്മളെ കണ്ടിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ സീസൺ അനുസരിച്ചൊന്നും ആൾ കാശ് മാറ്റില്ല. എന്നും ഏത് കാലത്തും ഏത് സീസണിലും ആരായാലും ആൾക്ക് സെയിം കാശ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ വ്യൂ ഒക്കെ കണ്ട് പതുക്കെ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് വ്യൂ ഒക്കെ? അങ്ങനെ കണ്ടു തുടങ്ങിയിട്ടാണ്. വെളിച്ചം ഇത്തിരീശം നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല നമുക്ക് വെളിച്ചം കിട്ടും എന്നുള്ളത്, പക്ഷെ നമുക്ക് വെളിച്ചം കിട്ടി തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മാറി മാറി ബോട്ട് അടിക്കാം. ഇപ്പോൾ മഴയത്ത് വന്നതായിരുന്നു, ഇതാ ഇപ്പോൾ നോക്കിയേ നല്ല വെയിലത്ത് പോവുകയാണ്. പക്ഷെ വീണ്ടും മഴക്കാർ വരുന്നുണ്ട്. പിന്നെ എൻ്റെ സ്കില്ല് കുറച്ച് ഞാൻ എൻ്റെ സ്കില്ല് പറഞ്ഞോട്ടെ. ഞാൻ കാറിനേക്കാൾ കൂടുതൽ സ്കില്ലായിരിക്കും ബോട്ട് ഓടിക്കാനാണ്. ഇന്ന് അവിടെ ബോട്ട് വാക്കട്ടെ വരും. നല്ല രസമുണ്ട് കേട്ടോ. ചെറിയൊരു മഴക്കാറുള്ള കാരണം കൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബോട്ട് എടുക്കുമ്പോൾ ആകെ കിട്ടുന്നത് ഈ ഒരു പേപ്പർ മാപ്പ് മാത്രമാണ്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ പോയിട്ട് വരാനായിട്ട്. ചില വഴികൾ നമ്മൾ തെറ്റിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആകെ മൊത്തം നമ്മൾ വഴി തെറ്റും. പിന്നീട് നമുക്ക് തിരിച്ചു വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇത്ര അവറിനാണ് കാശ് കൊടുത്തിട്ട് പോകുന്നത്. അപ്പോൾ വഴിയൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരാനായിട്ട് കൂടുതൽ സമയമെടുക്കും. അപ്പോൾ അതും കൂടി നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഞങ്ങളിപ്പോൾ ഒരു 3-4 വട്ടമായ കാരണം കൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത്യാവശ്യം വഴികളും കാര്യങ്ങളും ഒക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിരാവിലെ തന്നെ നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അധികം ട്രാഫിക് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് കണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ അതുമാത്രമല്ല, നമ്മൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളോ ഒക്കെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം ഈ പോകുന്ന വഴിയിൽ വേറെ കടകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഉള്ളത് തന്നെ നമ്മൾ കഴിച്ച് തിരിച്ചു വരേണ്ടി വരികയാണ് ചെയ്യുക. അധികം ആഴമുള്ള ഒരു കനാലല്ല ഇത്. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് പോകാനായിട്ട് പറ്റും. ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പീക്ക് ടൈമിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആകെ മൊത്തം തട്ടും ഇടിയും ബഹളവും ആയിരിക്കും. കാരണം ഈ ബോട്ട് ഓടിക്കുന്ന ആർക്കും തന്നെ ഓടിക്കാനായിട്ട് അറിയൂല, ലൈസൻസും ഇല്ല. സോ ഫസ്റ്റ് ടൈം എടുത്ത് വരുന്നവർക്ക് ഈ ബോട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും എല്ലാവരും പേടിക്കുന്ന ഒരു സംഭവമാണ് ഇതിങ്ങനെ മറിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതൊക്കെ. പക്ഷേ ഇത് മറയില്ല. ഇനി മറിഞ്ഞാൽ തന്നെ
നമുക്ക് എഴുന്നേറ്റ് നിന്നാൽ അരയ്ക്കൊപ്പം തന്നെയാണ് വെള്ളം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് സേഫ് ആയിട്ട് നമുക്ക് പോയിട്ട് വരാനായിട്ട് പറ്റും. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളം കാണാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ വന്നു തുടങ്ങി. ഈ വട്ടം നമ്മൾ ആരും പോകാത്തൊരു വഴി കൂടെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇവിടെ 3 ലൈനാണുള്ളത്. ഗ്രീൻ ലൈൻ, റെഡ് ലൈൻ, പിന്നെ ഒരു ബ്ലൂ ലൈനും കൂടി ഉണ്ട്. സോ ഈ വട്ടം നമ്മൾ റെഡ് ലൈൻ എടുത്ത കാരണം കൊണ്ട് ആരും ഇല്ലാത്ത വഴിയിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഞങ്ങൾ ചുറ്റും നോക്കുന്നുണ്ട്, ആരെയും കാണാനില്ല. ഇനി ഇതെങ്ങാനും മുങ്ങിപ്പോകോ എന്നുള്ളൊരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ മഴയുടേതായ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരുടെ മുഖത്തും ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ആ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും മാറി മാറി ഓടിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഓരോരുത്തരും ഓടിക്കുമ്പോഴും അതിൻ്റെതായ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. കാരണം നമ്മൾക്ക് ഇതുവരെ ബോട്ട് ഓടിക്കാത്തവർ ബോട്ട് ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ ഫണ്ണി മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ. അത് ഇതിലും ഉണ്ടായിരുന്നു കേട്ടോ. മമ്മി വലിയ വീരവാദത്തിൽ ഞാൻ കാർ ഓടിക്കുന്ന ആളാണ്, എനിക്ക് കാറിന് ലൈസൻസ് ഉള്ളതാണ്, ഞാൻ നാട്ടിൽ ചീറിപ്പാഞ്ഞ് പോകുന്നതാണ്, ഇതൊക്കെ എനിക്ക് പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ബോട്ട് ഓടിക്കാനായിട്ട് കയറിയിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോട്ട് സിങ്സാങ് പോലെയായിരുന്നു പോകുന്നുണ്ടായിരുന്നത് കേട്ടോ. അതായത് ഒരു മൊമെൻറ്റിൽ നമ്മൾ ശരിക്കും ഈ നിൽക്കുന്ന പുല്ലിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇടിച്ച് കയറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഓൾറെഡി എൻ്റെ റീലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ തപ്പുമ്പോൾ കാണാനില്ല. അത് നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ചെന്ന് പെട്ടത് ഒരു വലിയ ലൈക്കിലേക്കായിരുന്നു കേട്ടോ. അവിടെ ചെന്നതും മഴ അങ്ങോട്ട് തകർത്ത് പെയ്യാനായിട്ട് തുടങ്ങി. ഒരു രക്ഷയില്ലാത്ത അവസ്ഥ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ അപ്പാപ്പ ഒരു 3 കുട അയച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് തോന്നി എന്തായാലും ഇത് മഴ പെയ്യും എന്നുള്ളത്. ഞങ്ങളോട് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ കുടയുണ്ടോ എന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഞങ്ങൾ കുട എടുത്തിട്ടില്ല, നമ്മൾ റെയിൻ കോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു നിങ്ങൾ ഈ 3 കുട കൊണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരും എന്നുള്ളത്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല പെരും മഴയായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾക്കിത് എങ്ങനെയെങ്കിലും തിരിച്ച് നമ്മൾ അപ്പാപ്പൻ്റെ കയ്യിൽ എത്തിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി അങ്ങോട്ട് നന്നായിട്ട് നനഞ്ഞു കുളിച്ച ഒരവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. അതുമാത്രമല്ല എല്ലാവരുടെ ഉള്ളിലും ചെറുതായിട്ടൊരു പേടിയും കടന്നു. കാരണം നിങ്ങൾക്ക് ഈ പിന്നിലോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു തിര പോലത്തെ ഒരു സംഭവം വരുന്നത് കണ്ടു നിങ്ങൾ. നല്ലൊരു ഓളം വെട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബോട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അതിൽ നമ്മൾ എല്ലാവരും നൈസായിട്ട് പേടിച്ചു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയില്ല എന്ന് പറഞ്ഞ് ചിരിച്ച് കളിച്ച് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിലൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ആള് പറഞ്ഞതനുസരിച്ച് അരയ്ക്കൊപ്പം വെള്ളമുള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ മുന്നോട്ട് നോക്കുമ്പോൾ കാണാം കണ്ണെത്താ ദൂരത്തുള്ള ഒരു ലേക്കായിരുന്നു അത്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ 2 പേർക്കാണ് ആകെ നീന്തൽ അറിയുള്ളൂ. ഞങ്ങൾ 5 പേരുണ്ട്. എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതൊക്കെ ഞങ്ങളിങ്ങനെ ചിരിച്ച് തമാശയിലൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. റിപ്പോർട്ട് വരും മിക്കവാറും മലയാള മനോരമയിൽ 5 പേര് വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ തമാശ രീതിയിൽ പറഞ്ഞു എന്നുണ്ടെങ്കിലും എല്ലാവരുടെ ഉള്ളിലും നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഉള്ള മഴ മുഴുവൻ നമ്മൾ കൊണ്ടു. കാരണം ഞങ്ങൾക്ക് ഈ മാപ്പ് വെച്ചിട്ട് ഈ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഒന്നാമത് നല്ല മഴ, നമുക്ക് അകലേക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ ആ മഴ മുഴുവൻ ലേക്കിൽ നിന്ന് കൊണ്ടതിന് ശേഷം ഞങ്ങൾ കണ്ടുപിടിച്ചു നമ്മൾക്ക് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത്. അവസാനം കപ്പിത്താനെയൊക്കെ ഞങ്ങൾ മാറ്റി. മമ്മിയൊക്കെ ആകെ നനഞ്ഞു കുളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ സൈഡിലേക്ക് തന്നെയായിരുന്നു കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അത് കാരണം കൊണ്ടായിരിക്കാം. പിന്നെ മമ്മിയുടെ ജീൻസ് അല്ലായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് മമ്മിക്ക് വളരെ പെട്ടെന്ന് നനഞ്ഞു കുളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കര കണ്ട സന്തോഷത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കുന്നുണ്ട്, ഉണ്ണിക്കുട്ടൻ നോക്കുന്നുണ്ട്, പപ്പ നോക്കുന്നുണ്ട്. ഈ ഒരു പേപ്പർ മാപ്പാണ് ഞങ്ങൾക്ക് ആകെയുള്ള ഒരു സഹായി എന്ന് പറയുന്നത്. എന്തായാലും ഇതൊരു കുറച്ചൊരു അഡ്വഞ്ചറസ് ആയ ജേണിയായി എന്ന് തന്നെ പറയേണ്ട വരും. നമ്മൾ ഇത്ര അധികം പ്രതീക്ഷിച്ചില്ല. ഈ ഒരു ഓളമെട്ട് വന്നപ്പോഴാട്ടോ എല്ലാവരും പേടിച്ചത് ശരിക്കും പറയാണ് എന്നുണ്ടെങ്കിൽ. മമ്മീനെ ഉണക്കാട്ടിരിക്കാണ് ജസ്റ്റ്. ഇപ്പോൾ വെയിൽ വന്നിട്ടുണ്ട്. നല്ല സ്ഥലത്തും എന്താണെന്നറിയില്ല. മുത്തുട്ടിയ സ്റ്റീറിങ്ങിൻ്റെ അവിടെ ഉണ്ടാവും. അത് എങ്ങനെ അവിടേക്ക് എത്താന്ന് എനിക്കറിയില്ല. ആളവിടെ ഉണ്ടാവും. ഇത് ഇവിടുത്തെ ഒരു ചർച്ചാണ് കേട്ടോ. ഇനി ഞാൻ രാവിലെ പറഞ്ഞ ഒരു കാര്യമില്ലേ, അതായത് നമ്മൾ നേരത്തെ വന്ന് ബോട്ട് എടുക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ആവും എന്നുള്ളത്.
അപ്പോൾ അതാ നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്കും നിറച്ച് ബോട്ടുകൾ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ മുഴുവൻ ഇടി ബഹളവും തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ബോട്ട് ഒന്ന് ചെറുതായിട്ട് ഒതുക്കി ആ ഒരു ബ്ലോക്ക് തീർന്നതിന് ശേഷം പോവാൻ വേണ്ടി നിൽക്കായിരുന്നു കേട്ടോ. സോ ഇവിടെ വരുന്ന എല്ലാവരും തന്നെ രാവിലെ വന്ന് ബോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ഈ ബ്ലോക്കിൽ പെട്ട് നമ്മളിവിടെ കിടക്കേണ്ടി വരും. ഇങ്ങനെ ഇടി നടക്കണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോട്ട് എടുക്കുന്ന ആർക്കും തന്നെ ബോട്ടിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. എല്ലാവരും ചിലപ്പോൾ ആദ്യമൊക്കെ ആയിട്ട് എടുക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചു നേരം നിർത്തിയിടണം. ആ ക്യൂ ഒന്ന് മാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതെ, ആ റെഡ് ബോട്ടുകാരാണ് അവിടെ ഇടി നടത്തിയിരുന്നേ. ഓ, ഇവിടെ നിറച്ചു ബോട്ടായല്ലോ. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ നമ്മളെ ബോട്ട് നമ്മൾ അപ്പാവരെ തിരിച്ചേൽപ്പിച്ചു കേട്ടോ. അതിൻ്റെ സമാധാനമാണ് ഇപ്പോൾ എല്ലാവരും മുഖത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ മഴയത്ത് നനഞ്ഞു കുളിച്ച് വന്ന കാരണം കൊണ്ട് തന്നെ ചൂച്ചുള്ളാനായിട്ട് എല്ലാവർക്കും മുട്ടുന്നുണ്ടായിരുന്നു. പിന്നെ തണുത്ത് വിറങ്ങലിച്ചിരിക്കുകയാണല്ലോ. സോ നമ്മൾ അടുത്തുള്ള ഒരു കഫേയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നല്ല ചൂടുള്ള ചായയും കുടിച്ച് ചൂച്ചു മുള്ളി. പിന്നെ നമ്മൾ കുറച്ച് സമൂസ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു പ്ലേറ്റർ പോലെ. അപ്പോൾ അതും കഴിച്ച് നമ്മൾ ചൂട് പിടിച്ച് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പൊറോട്ടയും ചിക്കനും കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഇതൊന്ന് സെറ്റായിട്ട് വേണം നമുക്ക് കഴിക്കാൻ. പുറത്ത് വലിയ മഴയല്ല, എന്നാലും ചെറിയൊരു ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരവിടെ ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പ് ശരിയാക്കാണ്. ഞങ്ങളിന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എങ്കില് വെതർ ഇതായ കാരണം കൊണ്ട് അവര് പൂള് ക്ലോസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ചിക്കൻ കണ്ട നല്ല പോലെ ഫ്രീസ് ആയിട്ട് ഇരിക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പൊ ഇതിനെ നല്ലോണം ചൂടാക്കി എടുക്കണം. കുറച്ച് പൊറോട്ട ആയതിനു ശേഷം ചിക്കൻ ചൂടാക്കാന്ന് വിചാരിക്കണേ. കാരണം 2 എണ്ണം വേണം. നമ്മൾ കുറച്ചധികം ആൾക്കാരുള്ള കാരണം കൊണ്ട് നമുക്ക് രണ്ട് നിറച്ച അലമ്പാണ് ഗൈസ്. എല്ലാവരും കൂടി നല്ല അലമ്പാണ്. അപ്പൊ കുറച്ച് പൊറോട്ട ആയതിനു ശേഷം നമ്മൾ ചിക്കൻ ചൂടാക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ചിക്കൻ ചൂടാക്കിയിട്ട് കൊറേ പേരുള്ളൂ. ഉണ്ണിക്കുട്ടനെ എനിക്ക് ആശം പറഞ്ഞിട്ടുണ്ട്. എന്നെ കാണുന്നുണ്ട് അതില്. ആ ഓക്കെ. അയ്യോ, ഇത് കരിഞ്ഞു പോകും ഗൈസ്. ഞാൻ മറച്ചു കഴിഞ്ഞു പോകുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല ഗൈസ്. എന്താണ് ഗൈസ്? എന്തിനു വേണ്ടേ ഗൈസിന്? എന്താ വേണ്ടേ? ഇനിയിപ്പോ ഫുഡ് രണ്ട് പൊറോട്ട ചിക്കൻ കറി. ഇപ്പൊ ശരിയാക്കി തരാം. നല്ല ക്രിസ്പി പൊറോട്ട തണുക്കണോടാ എനിക്ക്. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചു. എല്ലാവരും പേടിച്ച് ക്ഷീണിച്ച് പോകുന്നതല്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചു. ഇന്ന് നേരത്തെ ഉറങ്ങാം എന്ന് വിചാരിച്ചു. ഇന്ന് നേരത്തെ ഉറങ്ങാം എന്ന് വിചാരിച്ചു. കാരണം വേറെ ഒന്നല്ല, ഞാൻ നാളെ അതിരാവിലെ ഒരു സോണ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾക്കിനി അങ്ങോട്ടേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. അപ്പൊ നമ്മളെല്ലാവരും ഇപ്പോ സോണയിലാണ് ഉള്ളത്. നമ്മള് ഇവരെ സ്ഥലങ്ങൾ മാത്രം കാണിച്ചാൽ പോരല്ലോ, യൂറോപ്യൻസ് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതും കൂടി കാണിച്ചു കൊടുക്കണമല്ലോ. സോ നമ്മളെല്ലാവരും അതിരാവിലെ തന്നെ എഴുന്നേൽപ്പിച്ച് സോണയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവരെല്ലാവരും നമുക്ക് ഇനി പുഴുങ്ങിയെടുക്കാം. അപ്പോ ഞങ്ങളൊന്ന് പുഴുങ്ങിയെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഫോൺ ഇതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോ അതിനുശേഷം നമ്മൾ കാണുന്നത്. എനിക്ക് സോണയ്ക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ അതിരാവിലെ തന്നെ സോണയ്ക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസം ഭയങ്കര റിഫ്രഷിംഗ് ആയിരിക്കും. അതേപോലെ നമുക്ക് ഭയങ്കര ഡീപ്പ് സ്ലീപ്പും കിട്ടും. അവനെന്താ ബലാത്സംഗം ചെയ്ത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? ഇതെല്ലാം തുറക്കട്ടെ. അപ്പൊ ഞങ്ങളിതാ ഇല്ല ഇതില്ല. എല്ലാവരും ബോഡി ഷോ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഞങ്ങൾ അങ്ങനെ ഇവിടെ നമ്മുടെ കുളക്കടവിൽ എത്തിയിട്ടുണ്ട്. കുളക്കടവിൽ അവശരായി കിടക്കുന്ന 2 വൃദ്ധജനങ്ങൾ കിടക്കണൊക്കെ വയ്യാണ്ടായ നിങ്ങള്. ഓ വെള്ളം പതിപ്പിച്ച് ഉള്ളി പാവടാ.
അതവിടെ കിടന്ന് ഓടിക്കളിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളില്. അവസാനം ഒരു നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞതിൽ ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്രിപ്പായിരുന്നു. നമ്മൾ വെറുതെ ഇങ്ങനെ സ്ഥലങ്ങൾ കാണുന്നതിന് പകരം നമുക്ക് കുറച്ച് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.